ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു ദ അൺബോക്സിംഗ് ഷോ. ഞാൻ ഒരു കിഡിലും വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള 5 ഗെയിം ആപ്ലിക്കേഷനും അതുപോലെ എക്സ്ട്രാ ഒരു നമ്മളെല്ലാവരും നോക്കുന്ന രീതിയിൽ അപ്ഡേഷനൊക്കെ കിട്ടുന്ന ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷനായ ഒരു സ്നൈപ്പർ 3D എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അനിയനാണ് ഈ ആപ്ലിക്കേഷനൊക്കെ എടുത്തതും അവനാണ് ഇതിൻ്റെ ഗെയിം പ്ലേ ചെയ്യുന്നതെല്ലാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓളി ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബെല്ലൈക്കനായിട്ട് ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് പോരുത്, ഓളി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഫസ്റ്റിലത്തെ ഗെയിം ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ റൈസ് ദ സൺ എന്നാണിത്. അതൊരു ഫ്ലൈറ്റിൻ്റെ ഒരു ഗെയിമാണ്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ആനിമേറ്റഡ് ഗെയിം എന്ന് തന്നെ പറയാം. ഇതാരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഇതാണ്. നമുക്കൊരു ഫ്ലൈറ്റൊക്കെ ഓടിക്കുവാണെങ്കിൽ അതേ ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ നല്ലൊരു ഗെയിമാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നല്ലൊരു ഇതാണ്. ഇപ്പോൾ ഏകദേശം ഡാർക്കിൽ നിൽക്കുന്നു. പ്ലെയിൻ കണ്ടോ, ഇത് കണ്ടോ, നല്ലൊരു പ്ലെയിനാണ്. ജസ്റ്റ് അപ്പുറം 2 സൈഡിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞോളും. അവിടെ കാണിക്കുന്നത് തന്നെ ഉണ്ട്, കാണിച്ചു തരുന്നുണ്ട് ഇതെങ്ങനെ ഓടിക്കണമെന്ന്. ഇപ്പോൾ വളയ്ക്കേണ്ട ആവശ്യമില്ല, ഗ്രേറ്റ് നമുക്ക് നേരെ തന്നെ പോയാൽ മതി. ഇപ്പോൾ നമുക്ക് അവിടെ കളക്ട് ചെയ്യേണ്ട സംഭവമുണ്ട്, കളക്ട് ചെയ്യേണ്ടതാണിത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് പോകണം. അപ്പോൾ അത് അത്രയും കിടപ്പുണ്ടെങ്കിൽ പോലും അത് അത്രയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പോകരുത്, ഇത് കളക്ട് ചെയ്ത് പോകണം. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇത്. അപ്പോൾ 5 എണ്ണം കളക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 എണ്ണം ആയതേ ഉള്ളൂ, 3 ആയി. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൗണ്ടൊന്നും അല്ല, സൈലൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. പ്ലെയിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. നമുക്ക് ജെറ്റിൻ്റെ സൗണ്ട് അത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഇതിനകത്ത് ഇത് വെച്ച് നമുക്ക് ഓടിക്കാൻ സുഖം എന്ന് വെച്ചാൽ പ്ലെയിൻ ഓടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ട്. അത് കറക്റ്റ് ആ ഒരു ജെറ്റ് പ്ലെയിൻ ഓടിക്കുന്ന ഫീല് നമുക്കുണ്ട്. അവിടെ തന്നെ ടാപ്പ് ചെയ്തേ ആ 2 കുളത്തിൽ. ഓക്കെ, ഇപ്പം അവസാനം അത് കഴിഞ്ഞു. നമ്മൾ 5 എണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ് ഇടിക്കരുത്. അപ്പം ഇത് റേസ് ഇത് സൺ എന്നാണ്. ഇതിപ്പോൾ സണ്ണിലോട്ട് എനിക്ക് തോന്നുന്നു റേസ് ചെയ്ത് പോവുകയാണ്, അങ്ങനെ ആയിരിക്കും ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് സണ്ണിലോട്ട് പോകുന്ന ഇതായിരിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു ഗെയിമാണ്, വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ്. അപ്പോൾ ആ പ്ലെയിനൊക്കെ കറങ്ങിയ ആ ഒരു ഇത് കണ്ട് അപ്പം വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഓഫ്ലൈൻ ഗെയിമാണ്. ഇപ്പോൾ ഒരു സ്റ്റൂണൊക്കെ വന്നേക്കുന്നു. ഓ, ഇടിക്കരുത്. ആദ്യം നമുക്ക് സിമ്പിളായിട്ട് തരും, പിന്നെ ഭയങ്കര കഠിനമായിട്ടുള്ളത്. അങ്ങനെ പ്ലെയിൻ ഇടിക്കാതെ പോകണം. നമുക്ക് അടുത്ത ഗെയിമിലോട്ട്. അപ്പോൾ ഗെയ്സ്, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഫ്ലെമിൻകോർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് ലാൻഡ്സ്കോപ്പ് രീതിയിലല്ല, പോർട്രേറ്റ് രീതിയിലാണ് നമ്മുടെ ഈ ഗെയിം പ്ലേ ആവുന്നത് തന്നെ. അനിയനിരുന്ന് ഇവിടെ കോപ്രായമൊക്കെ കാണിക്കും, കാരണം ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ കോപ്രായം. അപ്പോൾ ഇത് ഇച്ചിരി ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഭയങ്കര നമുക്ക് കളിക്കാൻ പാടുള്ളൊരു ഗെയിമാണിത്. നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ചെയ്യാൻ പറ്റത്തില്ല, ഇച്ചിരി തലയെ പ്രവർത്തിച്ച് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണിത്. ഒത്തിരി അധികം ഗെയിം പ്ലേയിൽ ഒരുപാടധികം പാടുണ്ട്. ഈ ഒരു ഗെയിം കളിക്കാൻ ഒത്തിരി അധികം പ്രയാസം നമുക്കുണ്ട്. ഇപ്പം ഇച്ചിരി തല പ്രവർത്തിച്ച് കളിച്ചാൽ മാത്രമേ ഈ ഗെയിം നമുക്ക് കണ്ടിന്യൂ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബോൾ പോകുന്ന റോ ഉണ്ട്, അവിടുത്തെ പിറ്റിൽ ഇടിക്കാതെ നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. ആ റെഡ് ലൈനിൽ പോയി ഇടിക്കരുത്. അതിന് മുമ്പ് നമ്മൾ അവിടെ റെഡ് ലൈനിൻ്റെ അവിടെ വരുമ്പോൾ വരച്ച് അങ്ങോട്ട് ഓപ്പോസിറ്റ് വിടണം. അങ്ങനെ പോകത്തില്ല. എപ്പോഴും ഐഡിയ കത്തിയില്ല. അവിടം വരെ വന്നിട്ട് പെട്ടെന്ന് വളയ്ക്കണം. അവിടം വരെ കൊണ്ടുവന്നിട്ട് ബോളിനെ അങ്ങോട്ട് വളച്ചു വിട്ടാൽ ആ ബോൾ അവിടെ വന്നിട്ട് ബോൾ അവിടം വരെ വരട്ടെ. ആണ്ടോ, ബോൾ ഇവിടം വരെ വന്നിട്ട് നീ വളച്ചങ്ങോട്ട് വിടുക, അപ്പം പോവും. അവിടെ ബോൾ വന്നില്ലടാ. ഇച്ചിരി പാടുള്ളൊരു ഗെയിമാണ്, കാര്യം നമ്മൾ അങ്ങനെ ഇതാവത്തില്ല. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അത് വളച്ചു വിടണം. അപ്പൊ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഈ ബോളിനകത്തെന്ന് പറഞ്ഞാൽ ആ കാണുന്ന റെഡ് ബോട്ട്സിനെ നശിപ്പിക്കാനാണ്. അതാണ് ഈ പറയുന്നത്. അത് ഒരു എനിമിയാണ്, അതിനെ നശിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഗെയിം. ഇച്ചിരി ത്രില്ലിംഗ് ആയിട്ടുള്ള ഇച്ചിരി പാടായിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. കാര്യം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ പ്ലേ കളിച്ചാണെങ്കിൽ കണ്ടോ. അപ്പോൾ അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത 3ാമത്തെ ഗെയിം ആപ്ലിക്കേഷനാണ് ഗെയ്സ്. അപ്പം റീക്കറ്റ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇത് ഇച്ചിരി നമുക്ക് ഇതും പാടുള്ളതാണ്. മറ്റേ ആ ബോളിൻ്റെ അതേപോലെ തന്നെ ഫ്ലെമിൻ
ക്രോറിന്റെ അതേപോലെ തന്നെ പാടുള്ള ഒരു ഗെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു കാറാണ് ഇതിന് പകരം ഓടിക്കേണ്ടത്. കാർ നമ്മൾ വരച്ചു വിടുവല്ല, ജസ്റ്റ് നമ്മൾ വളയ്ക്കുകയൊക്കെ ചെയ്യണം. അത് ഇച്ചിരി ത്രില്ലിംഗ് ആയിട്ട് കറക്റ്റായിട്ട് വളയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവന്റെ കുഴപ്പമായ അപ്പൊ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അനങ്ങാതെ ബ്രേക്ക് സെന്റർ ആണ് എപ്പോഴും. പിന്നെ ഇതിന് നൈട്രോ ഒക്കെ ഉള്ളൊരു കാറാണ് കണ്ടോ. വളച്ചു കൊടുക്കാനും എളുപ്പമാണ് ഇതിങ്ങനെ നാക്കിയത്. ഇതിപ്പോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഗെയിം ഇങ്ങനെ ഇടിക്കുമല്ല, കറക്റ്റ് ആ ഒരു ഇത് കണ്ടോ, നമ്മളാ പൊങ്ങി പൊങ്ങി അതുപോലെ പൊങ്ങണം. അതിൽ കാർ അതി കയറ്റി പൊങ്ങി പൊങ്ങി ചാടണം. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിന്റെ ഇത്. ഇപ്പൊ തന്നെ കാർ ഇടിച്ച് ചളുങ്ങിയൊക്കെ ചെയ്തു. ഒരു നല്ലൊരു വണ്ടിയാണ്, കാണാൻ നല്ലൊരു ലുക്കൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഇപ്പൊ തന്നെ വണ്ടി പാതി ഇടിച്ച് ചളുങ്ങി. ഇതുപോലെ പൊങ്ങണം. അപ്പൊ ആ റിങ്ങിനകത്ത് കറക്റ്റ് കയറണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്. ഇപ്പൊ ബ്ലൂ കളർ. അപ്പൊ ഇത് ഇച്ചിരി നമ്മള് നല്ലപോലെ ഊഹിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ചിന്തിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. വളയ്ക്കുന്ന രീതികളെല്ലാം ഇത് ഇച്ചിരി പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നല്ലൊരു ഓഫ്ലൈൻ ഗെയിം തന്നെ അവിടെ. അപ്പൊ നമുക്ക് അടുത്തൊരു ഗെയിം ആപ്ലിക്കേഷൻ ഇട്ട് പോകും. ഗെയ്സ്, അടുത്ത ഗെയിം ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പാർക്കോ ഫോറെവർ എന്നാണ് ആപ്ലിക്കേഷൻ വരിക. അപ്പോൾ ഇതൊരു നല്ലൊരു ഗെയിമാണ്. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിന്നിട്ട് ഇവൻ കോമളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവനെ നോക്കാം, ഇവനെയും കാണിച്ചു തരാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇച്ചിരി നല്ല രീതിയിൽ ചിന്തിച്ച് കളിക്കേണ്ടതാണ്. അങ്ങനെ എല്ലാ കാറും നിനക്ക് എടുക്കാൻ പറ്റത്തില്ല. ആദ്യം കാണിച്ച കാർ എടുത്ത് ജയിക്കണം, എന്നിട്ട് നിനക്ക് അടുത്ത. ഇതിപ്പോ കുറെ പോലീസ് നമ്മുടെ പുറകിൽ ട്രേസ് ചെയ്ത് വരും. അപ്പൊ ആ പോലീസിന്റെ അടുത്തുനിന്ന് നമ്മൾ കാർ കൊണ്ട് രക്ഷപ്പെടണം. അപ്പൊ നമ്മുടെ കാർ വലിയ കുറയും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ കാർ വളഞ്ഞോളും. പക്ഷെ എങ്ങും ഇടിക്കരുത്, ഇടിച്ചു കഴിഞ്ഞാൽ കാർ പൊട്ടിത്തെറിക്കും. ആണ് നമ്മൾ ഇടിക്കാതെ കാറ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതാണ് പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാർ എത്രത്തോളം ഇടിക്കാതിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ പോയിന്റ് ഇൻക്രീസ് ആവത്തുള്ളൂ. ഇപ്പൊ ഇച്ചിരി പാടുള്ളൊരു ഗെയിമാണിത്. ഇടിക്കുന്നതനുസരിച്ച് വണ്ടി പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഇച്ചിരി നല്ലതായിട്ട് കളിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കണ്ട് ഇടിക്കാതൊക്കെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇച്ചിരി പാടാ. കണ്ട പോലീസ് വണ്ടിയെ മാക്സിമം അവരുടെ വണ്ടി ഇടിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. അവരുടെ വണ്ടി ഇടിച്ച് നശിച്ചോട്ട് നമ്മളെ വണ്ടി ഇടിക്കരുത്. അങ്ങനെയാണ് ഇതിനകത്ത്. ഇപ്പൊ കുറേ പോലീസ് നമ്മളെ ട്രേസ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഗെയിമിലോട്ട് പോകാം. ഇത് നല്ലൊരു ഗെയിമാണ്. അപ്പൊ ഈ ഗെയിം വേണമെങ്കിൽ ഈ ഗെയിമിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കയറി ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അപ്പൊ ഗെയ്സ്, അടുത്ത ഗെയിം എന്ന് വെച്ചാൽ സ്നൈപ്പർ 3D എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ്, നമ്മളെല്ലാവരും എടുത്ത് നോക്കിയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പം ആദ്യമൊക്കെ ഈ ഗെയിമിന് 30, 60, 80 സൈസൊക്കെ ഉള്ള ഒരു ഗെയിം ആയിരുന്നു. ഇപ്പൊ 100 MB ആയി ഈ ഗെയിമിന്. ഇപ്പോൾ അപ്ഡേഷനൊക്കെ കമ്പനി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ഗെയിം ഇറക്കിയവരിങ്ങനെ അപ്ഡേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിമാണ്, ഇപ്പോഴും അപ്ഡേഷൻ കിട്ടുന്നൊരു ഗെയിമാണ്. ജസ്റ്റ് നമ്മൾ ഇത് വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് സ്നൈപ്പ് വെച്ച് എനിമീസിനെ സ്പോട്ട് ചെയ്ത് അടിക്കും. അപ്പോൾ വഴിയൊക്കെ പോകുന്നവരെയും ചുമ്മാ കാണുന്നവരെയൊന്നും അല്ല അടിക്കേണ്ട. അവരൊരു പോയിന്റ് തരുന്ന ആളെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ആ വെടി കൊള്ളുന്നതിന് ഇനി അപ്ഡേഷനിൽ വരുമ്പോഴൊക്കെ നമുക്ക് ആൾക്കാരുടെ അകത്ത് വെടി സ്നൈപ്പർ ഷൂട്ട് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ അത്രയും ഭാഗം കയറിപ്പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാനായിരിക്കും, സ്നൈപ്പർ ഷൂട്ട് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ സ്നൈപ്പർ ഷൂട്ട് പലയധികം യൂട്യൂബേഴ്സ് സ്നൈപ്പറിന്റെ ഗണ്ണിന്റെ പവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പവർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് ഒരാളുടെ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എത്രയും ഭാഗം കീറിപ്പോകും. അല്ലാതെ കൊണ്ട് തറച്ച് അവിടെ ഇരിക്കുമല്ല, കീറി പൊളന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു മരത്തേൽ വെടി വെച്ചാൽ ആ മരം സ്നൈപ്പറിന്റെ ഒരു 5 ഷോട്ടോ 7 ഷോട്ടോ കൊണ്ട് കഴിഞ്ഞാൽ മരം ഒടിഞ്ഞു പോകും. അത്രയ്ക്ക് പവറുള്ള ഗണ്ണാണ് സ്നൈപ്പർ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോണം. അപ്പം ഇത് കാണിക്കുന്ന അയാളുടെ ദേഹത്ത് വെടി കൊണ്ട ഒറ്റ ഷോട്ടിന് അങ്ങ് ചാവുക, അതേ ഉള്ളൂ. ഇപ്പോൾ ഒരു നോർമൽ ഗണ്ണിൽ നിന്നും ഒറ്റ ഷോട്ട് മർമ്മഭാഗത്ത് കൊണ്ട് നമ്മൾ ചത്തുപോകും. അതൊരു ഇത് തന്നെയാണ്. അപ്പം ഇതിനകത്ത് 6H സ്കോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്നൈപ്പർ ഷൂട്ട് 3D സ്നൈപ്പറാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ഓഫ്ലൈൻ ഗെയിം തന്നെയാണ് ഇത്, നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളത്. ഇപ്പം നമുക്ക് സ്നൈപ്പർ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഗെയിംസിലൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ്. അതുപോലെ കാർ റേസിങ്. ഇനിയും കാർ 98 ആദ്യമൊക്കെ കിട്ടിയത് AWM ആയിരുന്നു, ഇപ്പോൾ കാർ 98. 5H സ്കോപ്പാണ്. 5H സ്കോപ്പ് അവൻ്റെ അടുത്ത് കൊണ്ടത് പോലുമില്ല. അവനെന്തു ഇങ്ങനെ ഈ കാർ 98 റീലോഡ് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ടോ? പക്ഷെ ആ സൗണ്ട് ഒറിജിനാലിറ്റി, പക്ഷെ അവനൊന്നും 2 കീറിപ്പോയായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ പക്കയായിരുന്നു. നമുക്കപ്പോൾ അടുത്ത ഗെയിമിലോട്ട് പോകാം.
അപ്പോൾ ഗെയ്സ് ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത ഗെയിമിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ തരുന്നുണ്ട്. ഈ സൈഡിലൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന എനിമീനെയാണ് നമ്മൾ ഇനി കൊല്ലേണ്ടത്. ഇപ്പോൾ നമ്മളെവിടെ നോക്കണം അവരെ എവിടാണ് ആ എനിമി ഇരിക്കുന്ന ആ ഒരു ആൾ എവിടാണ് നമ്മൾ കൊല്ലേണ്ട ആൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന ആളെ എവിടാന്ന് വെച്ചാൽ അവർ കൊല്ലണതുകൊണ്ട് അടുത്ത ഒരു ബിൽഡിങ് കണ്ട. അപ്പോൾ ഇയാളുടെ മുടി സ്പൈക്ക് ചെയ്തിട്ടേക്കും ഒരു റെഡ് കളർ. കാരണം ഷോട്ട് കറക്റ്റ് കൊണ്ടില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും. ഇത്ര സമയമുള്ളൂ. ആ റീലോഡ് ചെയ്യുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടും. അതാണ് ഏറ്റവും വലിയ മെന. പോയി അവൻ്റെ മറിഞ്ഞു. ഇനി അവനെ കണ്ടു കിട്ടത്തില്ല. അതാണ് ഇതിനകത്ത് പാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള മിഷൻ വരുമ്പോഴാണ് നിങ്ങൾ ആദ്യം തന്നെ കാണുമ്പോൾ കറക്റ്റ് ഷോട്ട് പരമാവധി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ മിഷൻ ക്ലോസ് ജയിക്കത്തില്ല, മിഷൻ വിന്നാവത്തില്ല. അല്ലെങ്കിൽ റീ ചെയ്തിട്ട് ഒന്നുകൂടെ കളിക്കുക. ഇപ്പോൾ സ്കോപ്പ് ഒക്കെ ചെയ്യുന്ന വെച്ചിട്ട് ഒറിജിനലായിട്ടാണ്. സ്കോപ്പ് ചുമ്മാ വെച്ചാൽ പോലും അതിനായിട്ടൂടെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ അത്ര നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ട് ഈ ഒരു ഗെയിമിന്. ഓഫ്ലൈനിൽ അത്ര ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഗെയിമിനുണ്ട്. നമുക്കപ്പോൾ അടുത്ത ഗെയിം ആപ്ലിക്കേഷനിലോട്ട് പോകാം. അപ്പോൾ ഗെയ്സ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ ഡ്രൈവർ ആൻഡ് പാർക്ക് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് ഒരു പോർട്രേറ്റ് മോഡലുള്ള ഗെയിമാണ്. ഇത് നല്ലൊരു ഗെയിമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ്. എന്നാലും ആദ്യത്തെയൊക്കെ ലെവൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും, പിന്നീട് തുടർന്ന് വരുന്ന ലെവലായിരിക്കും പാട്. ഇത് നമ്മൾ ഒരു ആരോ മാർക്ക് കാണിക്കുന്നിടത്ത് കറക്റ്റ് ഹോൾഡ് ചെയ്താൽ മതി, വണ്ടി തനിയെ പാർക്ക് ആക്കിക്കോളും. അത് റോങ് പാർക്ക് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് കറക്റ്റ് ആ ഒരു പാർക്കിട്ട് നിൽക്കണം, അല്ലെ നമുക്ക് അത്ര ഒരു പ്രതീക്ഷിക്കുന്ന പോയിന്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവനെ ഹോൾഡ് ചെയ്ത് പാർക്ക് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ. ആ ഒരു ഇതിലുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി തന്നെ അല്ല, എല്ലാം ഒരുപാട് വണ്ടി വരും, നമ്മൾ അതിനെ പാർക്ക് ചെയ്ത് കിടത്തുക. അപ്പോൾ അങ്ങനെ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇത്. അപ്പോൾ ഇത് നല്ലൊരു ഗെയിമാണ്. നമുക്ക് എനിവേ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെയധികം ഫണ്ണായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗെയിംസാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കയറി ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതിലിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കയറി ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ. നാളെ വൈകുന്നേരം 4 മണിക്ക്